ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. വിഷുവിന് ശേഷം കുതിച്ചുയരുന്ന 7 നക്ഷത്രക്കാർ അവർ ആരെല്ലാമാണെന്ന് നോക്കാം. അവരെ കാത്തിരിക്കുന്ന ആ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വിഷുവിന് ശേഷം ചില നാളുകാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ജീവിതം മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറും. ജനന സമയപ്രകാരം പല അനുഭവങ്ങളിൽ വ്യത്യാസം വരാമെങ്കിലും ഈ ഏപ്രിൽ 14 മുതൽ പൊതുവെ അനുകൂല കാലമാണ് അവർക്ക് വരാനിരിക്കുന്നത്. അതായത് ജനന സമയത്തെ ചില സമയവ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് അവരുടെ സമയം ഒരു ഏപ്രിൽ 14 മുതൽ ഏകദേശം ഒരുപോലെയാണ് വരാനിരിക്കുന്നത്. ആദ്യത്തെ നാളെന്ന് പറയുന്നത് ഭരണിയാണ്. ഭരണി നാള് ഭദ്രകാളി പ്രധാനമായ ഒരു നക്ഷത്രമാണ്. ഈ കാലയളവിൽ സ്വയപ്രയത്നത്താലുള്ള പല അനുഭവങ്ങളായിരിക്കും കൂടുതലായിട്ടും വരിക. അതായത് ഏകദേശം ഗണിതശാസ്ത്രം, കാർഷിക മേഖല, അതുപോലെ രാഷ്ട്രീയ മേഖല, വ്യാപാര മേഖലയിലും അതുപോലെ തന്നെ ഒരു വക്കീലായിട്ടൊക്കെ ജോലി നോക്കുന്നവർക്ക് അവരുടേതായ ആ ഒരു മേഖലയിലും, കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ അവർക്ക് വളരെ ശോഭിക്കാൻ പറ്റിയ ഒരു സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അവർക്ക് പല ആശയങ്ങളൊക്കെ പുതിയതായിട്ട് അവരുടെ ബുദ്ധിയിൽ ഉദിക്കുകയും അതനുസരിച്ച് പുതിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്യും. അടുത്തത് പൂയൻ നക്ഷത്രക്കാരാണ്. പൂയൻ നക്ഷത്രക്കാർ അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ വളരെയധികം മെച്ചപ്പെടും. അതുപോലെ തന്നെ കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും ജോലിയിലെ വരുമാനവുമൊക്കെ ഇക്കാലത്ത് കൂടുതലായിട്ട് ലഭിക്കും. പ്രതിബന്ധങ്ങളെയൊക്കെ തടസ്സങ്ങളെയൊക്കെ നീക്കി ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഇവർക്ക് സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ അവർക്ക് അവരുടെ കഴിവുകളൊക്കെ ഇവിടെ വളർത്തുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. അതുപോലെ ജനിച്ച വീട്ടിൽ നിന്ന് മാറുവാനും സൗഭാഗ്യപൂർണമായ ജീവിതത്തിനുമൊക്കെ ഈ കാലത്ത് യോഗമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങളൊക്കെ മാറി വളരെ സന്തോഷപ്രദമായിട്ട് മാറുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ കർമ്മപദങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം ഇവരെ തേടി വരും. അതുപോലെ തന്നെ അവർ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പല ക്ലേശങ്ങളും അലട്ടുമെങ്കിലും സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ തന്നെ അവർ എത്തുന്ന ഒരു സമയം കൂടിയാണിത്. സർപ്പപ്രീതികരമായ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നത് അഭിവൃദ്ധി നൽകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിന് സ്വന്തം നിലപാടിലൊക്കെ ഉറച്ചു നിന്ന് ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഉയർന്ന സ്ഥാനക്കയറ്റവും അംഗീകാരവും ഒക്കെ ലഭിക്കാം. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. സാഹിത്യം, കല, കായികം, വൈജ്ഞാനികം എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ അവർക്ക് കൂടുതൽ അവസരങ്ങളും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങളുമൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഇനി അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ആ ബുദ്ധിമുട്ടുകളിലൊന്നും തളരാതെ മുന്നേറുവാനായിട്ടൊരു ആത്മപ്രചോദനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ ആയിട്ട് കിടന്ന എന്തെങ്കിലും ഒരു സംരംഭങ്ങളോ ജോലികളോ ഒക്കെ പുനരാരംഭിക്കാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ ഭൂമി വിക്രയങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റെടുത്ത എന്തെങ്കിലും ഒരു ജോലിയിൽ പ്രതീക്ഷിച്ചതിലുപരി അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു കാലമാണ് അവർക്ക്. അടുത്തത് ഉത്രാട നക്ഷത്രക്കാരാണ്. പുതിയ പദ്ധതികളിലൊക്കെ പങ്കുചേരുന്നതിലൂടെ സാമ്പത്തിക ലാഭമൊക്കെ അവർക്ക് വന്നു ചേരാനിടയുണ്ട്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഒതുങ്ങുന്ന ഒരു കാലം കൂടിയാണിത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം എവിടെയെങ്കിലുമൊക്കെ യാത്രയ്ക്കൊക്കെ അവസരമുണ്ടാകും. കാർഷിക മേഖലയിൽ നിന്നുമൊക്കെ ആദായം വർദ്ധിക്കാനിടയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അടുത്ത നാൾ ചതയം നാളാണ്. ചതയം നാളുകാർക്ക് ജീവിതത്തിൽ ഒരു
ഒരു വഴിത്തിരിവിൻ്റെ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെയൊക്കെ ഒരു കാലമാണിത്. എന്തെങ്കിലുമൊക്കെ അലസതയോ ക്ഷീണമോ ഒക്കെ മൂലം മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ നീണ്ടുപോയതോ ആയ എന്തെങ്കിലും കർമ്മ പദ്ധതികൾക്കൊക്കെ അത് വീണ്ടും ഒരു ചിട്ടയോടെയൊക്കെ വീണ്ടും ആരംഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലകളിലൊക്കെ അപ്രതീക്ഷിതമായ പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയുള്ള സമയം കൂടിയാണിത്. അപ്പോൾ ഇത്രയും നാളുകാരാണ് ഈ വിഷുവിന് ശേഷം അവർക്ക് 7 നക്ഷത്രക്കാർക്ക് അവർക്ക് രാജകീയമായ നേട്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സാമ്പത്തികമായിട്ടുമൊക്കെ വളരെയധികം ഉയരങ്ങളിലെത്തുവാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏപ്രിൽ 14 മുതൽ ഇവർക്ക് അനുകൂല കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത